ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ നമ്മുടെ ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കാം. ഓക്കെ, അതാ പറഞ്ഞ പോലെ നമ്മൾ ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോകുന്നത് മണാലിയാണ്. ഡൽഹി ആഗ്ര മണാലിയാണ് കേട്ടോ നമ്മുടെ ടൂർ പാക്കേജ് എന്ന് പറയുന്നത്. ഈവനിങ് 5 മണിക്കാണ് ഈ ട്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോയത് 17-നാണ്, ജനുവരി 17-നാണ് കേട്ടോ പോയത്. അപ്പോൾ ഇതേ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ, വടകര റെയിൽവേ സ്റ്റേഷനിലാണുള്ളത്. ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. ഇപ്പോൾ കണ്ടാൽ തന്നെ അറിയാമല്ലോ. അപ്പോൾ ഈ എക്സൈറ്റ്മെൻറ്റോടുകൂടി ഇതേ നമ്മുടെ ട്രെയിൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ട്രെയിൻ വന്ന് നമ്മൾ ട്രെയിനിൽ കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു ആഘോഷങ്ങളൊക്കെ തുടങ്ങി കേട്ടോ. പിന്നെ നമുക്ക് ഒന്നുമില്ലല്ലോ. അപ്പോൾ ഫുൾ ഇത് എൻജോയ്മെന്റ് ആണ് കേട്ടോ. ഫുൾ അടിച്ച് പൊളിച്ചിട്ടാണുള്ളത്. പിന്നെ ഇത് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. എന്നിട്ട് ഇത് എല്ലാവരോടും സംസാരിച്ച് നമ്മളിത് ഉറങ്ങി കേട്ടോ. ലേറ്റ് ആയിട്ടാണ്. ഹലോ ഗായ്സ്, അപ്പോൾ ഇത് നമ്മുടെ ട്രെയിനിലെ സെക്കൻഡ് ഡേ. അപ്പോൾ പറഞ്ഞ പോലെ സെക്കൻഡ് ഡേ ആയിട്ടുണ്ട് കേട്ടോ. സെക്കൻഡ് ഡേ ആയിട്ട് നമ്മൾ ലേറ്റ് ആയിട്ടാണ് എണീറ്റത്. ലേറ്റ് ആയി എണീറ്റ് നമ്മുടെ പല്ലൊക്കെ തേക്കാണ് കേട്ടോ. അപ്പോൾ പല്ലൊക്കെ തേക്കുന്നതിനോട് അടിയാണ്. പല്ലൊക്കെ തേച്ചതേ നമ്മൾ പിന്നെ കഴിച്ചത് അവിടെ മിക്സ്ചറും അതേപോലെ ഈ ചിപ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കഴിച്ചു. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ നമ്മളിതേ ചപ്പാത്തിയും പിന്നെ ഈ ചില്ലി ചിക്കനും അതുപോലത്തെ ഐറ്റംസ് ഒക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് കേട്ടോ. ട്രെയിനിലുള്ള ഫുഡ് നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണേ. പിന്നെ ഇതേ നമ്മൾ ബോറടിച്ചപ്പോൾ ഈ ലുഡോ കളിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി കേട്ടോ. അപ്പോൾ ഇത് ടീച്ചേഴ്സിൻ്റെ കൂടെയാണ് കേട്ടോ കളിക്കുന്നത്. ഭയങ്കര കോമഡി ആയിരുന്നു കേട്ടോ ഈ ലുഡോ കളിക്കുന്നതെന്ന് പറയുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതേ നമ്മൾ പാട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ടീച്ചറാണ് കേട്ടോ അവിടെ പാട്ട് പാടുന്നത്. അപ്പോൾ പാട്ടൊക്കെ നന്നായിട്ട് ഇതേ പാടി നമ്മൾ എൻജോയ് ചെയ്തിരിക്കുകയാണേ അവിടെ. അങ്ങനെ അടുത്ത ദിവസം ഒരു 10 മണി ആയോടെ കേട്ടോ നമ്മൾ ഈ ആഗ്ര സ്റ്റേഷനിലെത്തിയത്. അങ്ങനെ ആഗ്ര സ്റ്റേഷനിലെത്തി നമ്മൾ ഇതേ ബസ്സിൽ നമ്മൾ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട്. എന്നിട്ട് ഇതേ നമ്മൾ നേരെ ഫ്രഷ് അപ്പ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ റൂമിലേക്കാണ് പോയത്. അപ്പോൾ ഇതേ നമ്മുടെ ഈ വലിയ കെട്ടും പെട്ടിയൊക്കെ എടുത്തിട്ട് ഇതേ നമ്മൾ ഈ റൂമിലേക്ക് വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ താജ്മഹലിൽ കാണാനാണ് ആദ്യത്തെ ഡേ പോകുന്നത്. അപ്പോൾ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് റെഡിയാണത്. അപ്പോൾ എല്ലാവരും റെഡിയായി ഇതേ ബസ്സിലോട്ടേക്ക് കയറാൻ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഹായ് ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാം. ഫുഡ് കഴിച്ചിട്ടാണ് താജ്മഹലിലേക്ക് പോകുന്നത്. അങ്ങനെ ഇതേ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതേ നമ്മളെല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകാം. അപ്പോൾ ഇതേ ഫുഡ് എന്ന് പറയുന്നത് ചോറ് പിന്നെ സാമ്പാർ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളായിരുന്നു കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഫുഡ് കഴിച്ചു. കാരണം ട്രെയിൻ അങ്ങനെ വലുതായിട്ടൊന്നും കഴിച്ചില്ല. അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഫുഡ് കഴിച്ചു. അങ്ങനെ നമ്മൾ എവിടേക്കാണ് പോകുന്നത്? നമ്മളിപ്പം താജ്മഹലിലേക്ക് പോവാണ്. അപ്പോൾ പറഞ്ഞ പോലെ ഇതേ നമ്മൾ താജ്മഹൽ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. കുറച്ച് ദൂരം കേട്ടോ നടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേ നമ്മൾ എല്ലാവരും കൂടെ നടന്ന് താജ്മഹൽ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. സോ ഇതേ കുറച്ച് ദൂരം കേട്ടോ നടക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നടന്ന് നമ്മൾ അവസാനം നമ്മുടെ താജ്മഹൽ കണ്ടു കേട്ടോ. ഭയങ്കര തിരക്കായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുത്തു ഇതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. അടിപൊളിയായിരുന്നു കേട്ടോ. അടുത്ത് നമ്മൾ പോയത് ആഗ്ര ഫോർട്ടിലാണ്. അവിടെ ഈ സൺലൈറ്റ് ഒക്കെ വന്നിട്ട് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഈ ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ നമ്മൾ ഇതേ ആഗ്ര ഫോർട്ടിൻ്റെ ഉള്ളിലോട്ടേക്ക് പോയി കേട്ടോ. അപ്പോൾ നമ്മൾ ഉള്ളിലൊക്കെ ഇങ്ങനെ ഇതേ കറങ്ങി അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. കുറച്ച് അധികം ഫോട്ടോസ് തന്നെ എടുത്തു അവിടുന്ന്. കാരണം നല്ല സ്ഥലമായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ അവിടെയും. അത്യാവശ്യം നല്ല തിരക്കുന്നുണ്ടായിരുന്നു അവിടെയും. അപ്പോൾ നമ്മളിതേ ഈ കാണുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ ഒരുപാട് ഫോട്ടോസ് എടുത്തു. നല്ല ഭംഗിയായിരുന്നു അവിടെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ അവിടെ ഇറങ്ങി നമ്മുടെ ബസ് പാർക്ക് ചെയ്തതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു വിന്റർ മാർക്കറ്റ് ഉണ്ടായിരുന്നു. അവിടുന്ന് ഒരുപാട് വിന്റർ കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അഫോർഡബിൾ പ്രൈസിൽ. അപ്പോൾ ഞങ്ങൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ചുറ്റിക്കറങ്ങി, ഒന്നും വാങ്ങിച്ചിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് അവിടെയൊക്കെ കണ്ടിട്ട് വന്നു. എന്നിട്ട് നമ്മൾ അതേ ദിവസം തന്നെ നമുക്ക് പബ്ബിൽ പോകാനുണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചു ആ സ്ഥലത്ത് നിന്നാണ് കേട്ടോ നമ്മൾ ചേഞ്ച് ചെയ്തത്. അപ്പോൾ നമ്മൾ വേഗം നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ ഫുഡ് കഴിച്ചു. അവിടെ തന്നെ നമ്മൾ ഫുഡ് കഴിച്ചു. ബിരിയാണി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങി. അപ്പോൾ ഈ പബ്ബിലെത്തിയപ്പോൾ ശരിക്കും പറയുന്നത് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നന്നായി എൻജോയ് ചെയ്തു. പബ്ബിന്ന് ഡാൻസും പാട്ടൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. മാക്സിമം നമ്മൾ അവിടെ എൻജോയ് ചെയ്തേ. അപ്പോൾ ഈ പബ്ബിലുള്ള ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നമ്മൾ റൂമിലെത്തി കേട്ടോ. അപ്പോൾ റൂമിലെത്തി നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രഷ് അപ്പ് ആയി. നല്ല തണുപ്പായിരുന്നു കേട്ടോ റൂമിൽ, നല്ല തണുപ്പായിരുന്നു. അപ്പോഴത്തേ നമ്മൾ വിശന്നപ്പോൾ നമ്മൾ ഈ ബ്രെഡും ജാമൊക്കെ എടുത്ത് കഴിച്ചു. അപ്പോൾ ഈ ജാമിൽ ഫില്ല് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ള പരാതി ആട്ടോൾ പറഞ്ഞത്. പിന്നെ നെക്സ്റ്റ് ഏർലി മോർണിംഗ് നമ്മളിതേ ഫ്രഷ് അപ്പായി, നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ ഇറങ്ങി. അപ്പോൾ ഇതേ നമ്മൾ സൈറ്റ് സീയിങ്ങിനായിട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇതേ ഒന്ന് എല്ലാവരുടെയും നമ്മളൊന്ന് ചുറ്റി കാണുകയാണ്. ഹുമയൂൺ സ്റ്റോംബാണ് കേട്ടോ നമ്മൾ കാണാൻ വേണ്ടിയിട്ട് പോയത്. അപ്പോൾ ഇതാണ് അതെന്ന് പറയുന്ന സ്ഥലം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അവിടെ നിന്നത്തെ ഒരുപാട് ഫോട്ടോസും വീഡിയോസും പിന്നെ അതൊക്കെ കുറച്ച് അധികം ചുറ്റി കണ്ടേ. എന്നിട്ട് നമ്മൾ അവിടെയുള്ള സൈറ്റ് സീയിങ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ നമ്മൾ നേരെ കുളുവിലേക്ക് പോയി. കുളുവിലേക്കാണ് കേട്ടോ പോയത്. സത്യം പറയുകയാണെങ്കിൽ നല്ല തണുപ്പായിരുന്നു കേട്ടോ അവിടെ, നല്ല തണുപ്പായിരുന്നു. അപ്പോൾ ഇത് കണ്ടാൽ തന്നെ അറിയാം, എല്ലാവരും ഫുൾ കവർ ചെയ്തിട്ടാണ് കേട്ടോ ഉള്ളത്. നല്ല തണുപ്പായിരുന്നേ. പിന്നെ ഇതേ നമ്മൾ അവിടെ ഇറങ്ങിയത് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇവിടെ ഇറങ്ങിയത്. അപ്പോൾ ഇതേ നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ നമുക്ക് കുറച്ച് ട്രാവൽ ചെയ്യാനുണ്ട്. പൂരി മസാലക്കറിയാണ് കേട്ടോ അവിടെ കിട്ടിയത്. ചായ ആയിരുന്നു, നല്ല അടിപൊളി ചായ ആയിരുന്നു. അപ്പോൾ എന്തായാലും അത് നന്നായിട്ട് വേറെ നിറച്ച് കഴിച്ചേ. എന്നിട്ട് നമ്മൾ നേരെ മണാലിയിലോട്ടേക്ക് പോയിട്ടോ. മണാലിയിലേക്ക് പോയി നമ്മൾ റൂമിലെത്തി നമ്മളൊന്ന് ഫ്രഷ് അപ്പ് ചെയ്ത് ഇനിയും നമുക്ക് സൈറ്റ് സീയിങ്ങിന് പോകാനുണ്ട്. അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മുടെ എല്ലാം സെറ്റായിട്ട് നമ്മൾ ഇറങ്ങാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ വലിയൊരു ലോങ് വീഡിയോ ആയിട്ട് ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് സ്ഥലങ്ങൾ കാണിക്കാം, ജസ്റ്റ് പറയാൻ മാത്രമാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ ഈ മേക്കപ്പ് ഒക്കെ ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഈ സെറ്റാക്കി ഇനി നമുക്ക് ഇറങ്ങണം. ലേറ്റ് ആവരുത്, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പോൾ അതൊക്കെ കണ്ട് വേഗം നമ്മളെല്ലാവരും കൂടെ റെഡി ആവുകയാണേ. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മൾ റെഡി ആയി കേട്ടോ. അപ്പോൾ ഇതേ നമ്മളിവിടെ നിന്ന് നമ്മുടെ റൂം എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇതാണ് റൂമിൻ്റെ പുറത്തേക്കുള്ള കാഴ്ച. ആക്ച്വലി നല്ല അടിപൊളിയായിരുന്നേ ഈ റൂമിൻ്റെ പുറത്തുള്ള ഈ ഒരു കാഴ്ച എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മളെല്ലാവരും ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് നമ്മൾ വേഗം താഴെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നു. ഫുഡിന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചപ്പാത്തിയാണ്. ചപ്പാത്തിയും അതേപോലെ എന്തോ ഒരു കറിയായിരുന്നു. വലിങ്ങനെ ഇഷ്ടപ്പെട്ടില്ല, പക്ഷേ എന്തായാലും കഴിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് കഴിച്ചേ അതൊക്കെ. എന്നിട്ട് നമ്മൾ നേരെ പോയത് ഈ ഒരു
ടെമ്പിളിലോട്ടാണ് കേട്ടോ. ഹഡിംബ ദേവി ടെമ്പിൾ എന്ന് പറയുന്ന ഒരു ടെമ്പിൾ ഉണ്ട്, അവിടേക്കാണ് പോയത്. അപ്പോൾ ഭയങ്കര തണുപ്പായിരുന്നു. അപ്പോൾ അത് കണ്ടാൽ തന്നെ അറിയാം, എല്ലാവരും ഫുൾ കവേർഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ അവിടെ നിന്ന് കുറച്ചധികം ഫോട്ടോസിനെ ഞങ്ങൾ നമ്മളിവിടുത്തെ ട്രഡീഷണൽ ട്രൈ ചെയ്തു ഗൈസ്. എങ്ങനെയുണ്ട് കമന്റ് ചെയ്യാം. ഞങ്ങൾ അവിടുത്തെ ഈ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കി. അതിൻ്റെ ഫോട്ടോസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അവിടുന്ന് മൊബൈലിനെയും കൂടെ കിട്ടും കേട്ടോ നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതേ നമ്മളൊരു സെൽഫി ഒക്കെ എടുത്ത് നമ്മൾ പോകുന്നത് ബുദ്ധിസ്റ്റ് മൊണാസ്ട്രിയിലേക്കാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലോട്ടേക്ക് കയറാം, പക്ഷെ ഞാൻ കയറിയിട്ടില്ലേ, കാരണം ഈ ബൂട്ടൊക്കെ അയച്ച് വെച്ചിട്ട് കയറാൻ വലിയ പണിയായതുകൊണ്ട് അതിൻ്റെ ഉള്ളിലോട്ടേക്ക് കയറിയിട്ടില്ല. പക്ഷെ കൂടെയുള്ള കുറേ പേര് കയറിയേ അതിൻ്റെ ഉള്ളിലേക്ക്. അപ്പോൾ നമ്മൾ ഈ പുറത്തുനിന്നുള്ള കാഴ്ച മാത്രമേ ഇത് കാണിച്ചു തരുന്നത്. അതിനുശേഷം നമ്മൾ ഈ മോൾ റോഡിലോട്ടേക്കാണ് പോയത്. പിന്നെ ഈ നൈറ്റ് വരെ ഈ മോൾ റോഡിലായിരുന്നു, ഫുൾ എക്സ്പ്ലോറിങ് ആയിരുന്നു കേട്ടോ മോൾ റോഡിൽ. അവിടെ ഫുൾ പർച്ചേസിങ്ങും അതേപോലെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഫുൾ എക്സ്പ്ലോർ ചെയ്യായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് രാത്രി ആകുമ്പോഴത്തേക്കും നമ്മൾ തിരിച്ച് നമ്മുടെ റൂമിലേക്ക് എത്തിയേ. പിന്നെ നമ്മളിത് ക്യാമ്പ് ഫയർ ഒക്കെ കൂടി. അപ്പോൾ ഈ തണുപ്പത്ത് നമ്മൾ കുറച്ചൊരു ചൂട് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ആശ്വാസമായിരുന്നേ. പക്ഷേ ഈ ചൂടത്തുനിന്ന് ഒന്ന് പുറകിലോട്ട് പോകുമ്പോൾ നല്ല തണുപ്പാണ്. അങ്ങനെ ആ ഒരു നൈറ്റ് നമ്മൾ കഴിഞ്ഞു. പിന്നെ പിറ്റേന്ന് എണീറ്റിട്ടുള്ള കാഴ്ചയാണ് ഇത്, റൂമിൽ നിന്ന് ഉള്ള കാഴ്ചയാണ്. അങ്ങനെ അതും നമ്മൾ അവിടെ നിന്ന് റെഡിയായി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് താഴേക്ക് പോയി. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ചപ്പാത്തിയും തൈരും ആയിരുന്നു കേട്ടോ. ഇതൊട്ടും കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ അതൊന്നും. പക്ഷേ നമ്മൾ ചപ്പാത്തിയും പഞ്ചസാരയും കൂടെ കൂട്ടിയിട്ടാണ് അന്ന് കഴിച്ചത്. എന്നിട്ട് നമ്മൾ നേരെ തിരിച്ചത് ഇതേ നമ്മുടെ ഈ സ്നോ പോയിന്റ് കാണാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് ഇത് മഞ്ഞൊക്കെ കാണുന്നുണ്ട്, അതൊക്കെയാണ് ഈ വീഡിയോസിൽ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ രണ്ടെണ്ണം ഡ്രസ്സൊക്കെ എടുത്തിട്ട് നമ്മൾ സ്നോ പോയിന്റ് കാണാൻ വേണ്ടിയിട്ട് പോയി. പക്ഷേ എന്തോ സ്നോ പോയിന്റ് കാണാൻ വേണ്ടിയിട്ട് പറ്റിയില്ല, പകുതി വരെ പോയുള്ളൂ. പിന്നെ ഞങ്ങൾ തിരിച്ചങ്ങ് പോകുന്നു കേട്ടോ. വേറൊന്നും കൊണ്ടല്ല, കുറച്ച് കുട്ടികൾക്ക് ചെറിയ ചെറിയ അസുഖങ്ങളായതുകൊണ്ട് പിന്നെ ഞങ്ങൾ അത് കാണണ്ടാന്ന് വിചാരിച്ച് തിരിച്ചങ്ങോട്ട് പോകുന്നത്. അപ്പോൾ അതേ ദിവസം തന്നെ ഞങ്ങൾ ഡൽഹിയിലേക്ക് തിരിച്ചിട്ടോ. അപ്പോൾ നമ്മൾ ഈ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഹോട്ടലിൽ നിർത്തിയിരിക്കുന്നതാണ്. ഇത് അവിടുത്തെ ഫുഡ് നല്ല അടിപൊളിയായിരുന്നു, ഇഷ്ടപ്പെട്ടു, ഒരുപാട് കഴിച്ചു. പിന്നെ ഡൽഹിയിലെത്തി ഫ്രഷപ്പായിട്ട് ഞങ്ങൾ ആദ്യം കാണാൻ പോയ സ്ഥലം കുത്തബ് മിനാർ ആയിരുന്നേ. അപ്പോൾ കുത്തബ് മിനാർ ഇതേ ഞങ്ങൾ കണ്ടു, ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ മൊത്തം ഞങ്ങൾ ചുറ്റിക്കറങ്ങി, നന്നായിരുന്നു. അപ്പോൾ അതിനൊക്കെ ശേഷം നമ്മൾ സരോജിനി മാർക്കറ്റിൽ പോയി കേട്ടോ. അപ്പോൾ അവിടുത്തെ വീഡിയോസ് ഒന്നും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല, മഴയായിരുന്നേ. അപ്പോൾ ഒന്നും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സരോജിനി മാർക്കറ്റൊക്കെ പോയി. എന്നിട്ട് നമ്മൾ ഡൽഹി റെയിൽവേ സ്റ്റേഷനിലെത്തി. ഒരു 9 മണിയോടെയാണ് കേട്ടോ എത്തിയത്. എന്നിട്ട് നമ്മുടെ ട്രെയിൻ എന്ന് പറയുന്നത് രാവിലെ 5 മണിക്കായിരുന്നേ. അപ്പോൾ നമ്മൾ രാത്രി 9 മണിക്ക് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നായിരുന്നു ഫുഡൊക്കെ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ അവിടെ തന്നെ കൂടി. എന്നിട്ട് രാവിലെ 5 മണിക്കാണ് നമ്മൾ ട്രെയിനിൽ കയറിയത്. നമ്മൾ വന്ന സെയിം മംഗള എക്സ്പ്രസ് തന്നെയായിരുന്നു തിരിച്ചു പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേ ട്രെയിനിൽ നമ്മൾ കയറി. നന്നായിട്ടൊന്ന് ഉറങ്ങി കേട്ടോ, നന്നായിട്ട് ഉറങ്ങി. പിന്നെ ഈ ഫുഡ് എന്ന് പറയുന്നത് നമ്മൾ പോകുമ്പോൾ എടുത്ത പോലെ ഒന്നും ഉണ്ടായിരുന്നില്ല, നമ്മൾ ഓർഡർ ചെയ്തതായിരുന്നു ഫുഡൊക്കെ. അപ്പോൾ ഈ ഓർഡർ ചെയ്തതായാലും മര്യാദയ്ക്ക് ഫുഡൊന്നും കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇതേ ട്രെയിനിൽ നിന്നുള്ള പാട്ടും കൂത്താണ് നിങ്ങൾ ഈ കാണുന്നത്. ഭയങ്കരമായിട്ട് അടിച്ചു പൊളിച്ചിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോയത്. അടിപൊളിയായിരുന്നു. അപ്പോൾ ഫുൾ മൊത്തത്തിൽ എൻജോയ് ചെയ്ത് പാട്ടൊക്കെ പാടിയിട്ടാണ് ഞങ്ങൾ ട്രെയിനിൽ ആ രാത്രി കഴിഞ്ഞത്. എന്തുകൊണ്ടും നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുള്ള ട്രിപ്പായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ, പോകുമ്പോഴും വരുമ്പോഴായാലും നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് ബൈ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.